സംസ്ഥാനത്ത് വീണ്ടും ദുരിതപ്പെയ്ത്ത്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഇന്ന് 5 പേർ മരിച്ചു. കോട്ടയം, ഇടുക്കി ജില്ലകളിലടക്കം 100ഓളം സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. കോട്ടയം പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടിയ അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. ജോസഫിന്റെ അച്ഛൻ ജോണി മറ്റൊരു വീട്ടിൽ കൂട്ടിരിപ്പിന് പോയതിനാൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു. 9 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ഇന്നലെ രാത്രി മുതലാണ് മലയോര ജില്ലകളിൽ കനത്ത മഴ തുടങ്ങിയത്. കോട്ടയത്ത് നിന്നും അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. അജിത്, കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും ഇന്നുമായിട്ടാണ് ഇത്തരത്തിൽ തോരാ മഴ പെയ്യുന്നത്. അങ്ങനെ മഴ പെയ്തപ്പോൾ തന്നെ വലിയ ദുരിതമുണ്ടാകുന്നു എന്നുള്ളതാണ്. ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നു, ജീവനോപാധികൾ നഷ്ടമാകുന്നു. അവരുടെയൊക്കെ കണ്ണീർ നമ്മൾ ഇന്ന് കണ്ടതുമാണ്. നിലവിൽ ഇപ്പോൾ കോട്ടയത്തെ സാഹചര്യം എന്താണ്? അവിടെ ഇപ്പോഴും മഴ തുടരുകയാണോ? എന്തെല്ലാമാണ് ഇതിനായി സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? ഈ നാടിനെ വേദനിപ്പിച്ച പെയ്ത്തിൽ 2 ജീവനുകൾ നഷ്ടമായി. ആ കുടുംബത്തിന് തീരാ നഷ്ടമാണ്. അത് നാടിൻ്റെ ആകെ വേദനയായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയായി വീട്ടിൽ കിടക്കുകയായിരുന്നു. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുകയും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. അതുപോലെ തന്നെ അമ്മയ്ക്കായി മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ കുടുംബത്തിലെ ബാക്കി 2 പേർക്ക് ജീവൻ രക്ഷപ്പെട്ടത് അവർ സ്ഥലത്തില്ലാതിരുന്നുകൊണ്ട് മാത്രമാണ്. ഏതാണെങ്കിലും അതൊരു വേദനിപ്പിക്കുന്ന സംഭവമായി ഈ മഴ നമുക്ക് മുമ്പിൽ മാറുകയാണ്. അങ്ങനത്തെ അത്തരത്തിലൊരു സംഭവമായി മാറുകയാണ്. പക്ഷേ കോട്ടയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും മലയോര മേഖലകളിൽ അതിശക്തമായ മഴയും വലിയ നാശനഷ്ടവുമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കോട്ടയത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളായ പാലാ, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, അതുപോലെ മുണ്ടക്കയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കടകളിലാകെ വെള്ളം കയറി. 200-ന് മുകളിൽ കടകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അതൊരു കൃത്യമായ കണക്കല്ല, അതിൽ കൂടുതലാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത്രത്തോളം കടകളിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് വീടുകളിൽ വെള്ളം കയറി ഇപ്പോൾ ചെളിയായി അടിഞ്ഞു കിടക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അത് മൊത്തം വൃത്തിയാക്കേണ്ട സാഹചര്യമാണുള്ളത്. പല റോഡുകളും ഇപ്പോൾ അവിടെ ഗതാഗതം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല തീക്കോയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കൃഷിനാശം, അതോടൊപ്പം തന്നെ 50 വീടുകളിൽ വെള്ളം കയറി. അതോടൊപ്പം ഈ വളർത്തു പശുക്കൾ ഉൾപ്പെടെ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായി. 11 പശുക്കൾ അവിടെ മരിച്ചു എന്നുള്ളതാണ്, ചത്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. അതുകൂടാതെ വിവിധ ഇടങ്ങളിലായി ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ ഇക്കാര്യത്തിൽ എത്ര ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിട്ടുണ്ട് ഇന്നലെ എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം കണക്ക് കൂട്ടുന്നത്. വിവിധ ഇടങ്ങളിൽ മലയോര മേഖലയിൽ ഇന്നലെ പെയ്ത മഴ അതിശക്തമായ മഴയാണ്. കോട്ടയത്തെ സംബന്ധിച്ച് 2018-ലെ പ്രളയത്തിൽ വെള്ളമെത്താത്തത്രയും ഉയരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ആ മഴ പെയ്ത സ്ഥലങ്ങളിലെത്തി. അത്രത്തോളം തീവ്രമായ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം ഉൾപ്പെടെ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സ്ഥലം ഉൾപ്പെടെ അവിടെ മുമ്പ് അത്തരത്തിലുള്ള യാതൊരു സൂചനകളും ഉണ്ടായിരുന്ന സ്ഥലമല്ല. അവിടെയാണ് ഒരു കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. സമാനമായി നിരവധിയായിട്ടുള്ള വീടുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായി. മണിമലയാറിൻ്റെ സമീപത്ത് താമസിക്കുന്നവരുടെ വീടുകളിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. പ്രധാനപ്പെട്ട ടൗണുകളിൽ നിന്ന്, പാല ഉൾപ്പെടെയുള്ള ടൗണുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈരാട്ടുപേട്ടയുടെ ടൗണുകളുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഗതാഗതം നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല അപ്രതീക്ഷിതമായി പെയ്ത മഴ ആയതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും കഴിഞ്ഞില്ല. രാത്രി 2 മണിക്കും 12 മണിക്കും 1 മണിക്കും ഒക്കെയായാണ് വിവിധ ഇടങ്ങളിൽ മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ തന്നെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ജില്ലയിലെ പ്രവർത്തനങ്ങളാകെ ഇപ്പോൾ ക്രോഡീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നും അറിയാത്ത 2 മനുഷ്യർ അവർ സന്തോഷത്തോടെ ഇന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതെ, ഈ 2 ജീവൻ കോട്ടയത്ത് നഷ്ടമായി. കോട്ടയത്തും ഇടുക്കിയിലുമാണ് വലിയ നാശനഷ്ടം. മലയോര മേഖലയിൽ അതിതീവ്രമായ മഴ പെയ്തു. ദുരിത പെയ്ത്താണ് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്.